ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു ബനാങ്ക് ആൾജിബ്രയുടെ എക്സാമ്പിളുകളെ കുറിച്ചാണ്. അപ്പോൾ ബനാങ്ക് ആൾജിബ്രയുടെ പ്രത്യേകത അതൊരു ബനാങ്ക് സ്പേസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യപ്പെടുകയും അത് വെക്ടർ സ്പേസിലെയും അതുപോലെ തന്നെ റിങ്ങിൻ്റെയും കൂടിയുള്ള മിക്സഡ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ വേരിയബിൾ വൈസ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി കൂടി വർക്ക് ചെയ്യും. കാരണം ഒരു നോർമൽ സ്പേസിൽ ഓൾറെഡി സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കണ്ടിന്യൂസ് എന്ന് പറയുന്ന പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഈച്ച് വേരിയബിളിലെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അതിനകത്ത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും. കൂടാതെ അതിനകത്ത് ഒരു ഇക്വാലൻ്റ് നോം എക്സിസ്റ്റ് ചെയ്യും. അതിന് ഇക്വാലൻ്റ് നോം പ്രൊഡക്റ്റിൻ്റെ ഇൻഇക്വാലിറ്റി പ്രിസർവ് ചെയ്യും. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈ എന്നും നോം ഇ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോം നിലവിലുള്ള നോമുമായിട്ട് ഈക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഓപ്പറേറ്റർ നോമാണ് ഇതിനു വേണ്ടി ബേസ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു തിയറത്തിനകത്തുള്ള ഡിസ്കഷനകത്ത് ഇക്വലൻ്റ് നോം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പി എന്ന് പറയുന്ന ഒരു സ്പേസ് സബ് സ്പേസ് ഓഫ് എൽ ഓഫ് എ എന്ന് പറയുന്നത്, അതിൽ ഓപ്പറേറ്റേഴ്സാണ് അതിനകത്ത് വരുന്നത്. ആ സ്പേസ് ആയിട്ടാണ് നമ്മൾ എയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൂടി ഓർക്കുക. ഓക്കെ, ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അത് ബോത്ത് വേരിയബിളിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് പോലെ തന്നെ മിക്സഡ് ആയിട്ട് അപ്ലൈ ചെയ്താലും കണ്ടിന്യൂറ്റി കിട്ടും. പക്ഷേ കണ്ടീഷൻ വേണ്ടത് നോം എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈ എന്നുള്ള ഈ നോട്ടിനകത്ത് പറയുന്ന കാര്യം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇതിനുള്ള എക്സാമ്പിൾസാണ്. നമ്മളുടെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0, 1 സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സുപ്നോമിൽ ഒരു ബനാങ്ക് ആൾജിബ്ര ആയിരിക്കും. അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂഷ്വൽ ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ നോം എന്ന് പറയുന്നത് സുപ്നോമുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആയിട്ടും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൽ ഓഫ് എക്സ് ആണ്. എക്സ് ഒരു ബനാങ്ക് സ്പേസ് ആണെങ്കിൽ എൽ ഓഫ് എക്സും ഒരു ബനാങ്ക് സ്പേസ് ആണെന്ന് അറിയാം. അപ്പോൾ ഓപ്പറേറ്റേഴ്സാണ്, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനാണ് എൽ ഓഫ് എക്സ്. ഇറ്റ് ആക്ട് ആസ് എ ഓർ ഇറ്റ് ബിക്കംസ് എ ബനാങ്ക് ആൾജിബ്ര വിത്ത് റെസ്പെക്ട് ടു an additional ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ബൈ ഇത് ഫംഗ്ഷൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആക്ട് ആസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് ദ കറസ്പോണ്ടിങ് നോം ഓപ്പറേറ്റർ നോം എൽ ഓഫ് എക്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റർ നോം ആയിരിക്കും അതിനകത്ത് നമുക്ക് നോമായിട്ട് വർക്ക് ചെയ്യുന്ന ബനാങ്ക് ആൾജിബ്രയിൽ. ഇനി അടുത്തത് വെയ്നർ അൾജിബ്ര എന്ന് പറയുന്ന അൾജിബ്രയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെയ്നർ അൾജിബ്ര എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും വെയ്നർ അൾജിബ്രയിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. വെയ്നർ അൾജിബ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ക്ലോസ് ഇൻ്റർവൽ 0 to πയിൽ ഡിഫൈൻ ചെയ്യുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഇനി ആ ഇതിൽ ഡിഫൈൻ ചെയ്യുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ സം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വെയ്നർ അൾജിബ്രയിലാണ് സെറ്റ് എന്ന ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ സെറ്റ് സാറ്റിസ്ഫൈ സെറ്റ് ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് ദി സമേഷൻ ഓവർ -∞ to ∞ Cn e raised to int എന്ന് പറയും. e raised to int എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു പീരിയഡ് 0 to 2π ആണ്. ഓക്കെ, അതിന് നോമിൻ്റെ പ്രത്യേകത നോം സെറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് സിഗ്മ n ഈക്വൽ ടു -∞ to ∞ മോഡ് Cn ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെയ്നർ അൾജിബ്രയിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൺവല്യൂഷൻ പ്രൊഡക്റ്റ് പോലെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എക്സ് ഓഫ് ടി ഡോട്ട് വൈ ഓഫ് ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സമേഷൻ an e raised to int ആൻഡ് yn എന്ന് പറയുന്നത് സമേഷൻ bn e raised to int ആൻഡ് zn ഈക്വൽ ടു സമേഷൻ cn e raised to int. ദെൻ cn-ഉം an-ഉം bn-ഉം തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് നൊട്ടേഷനാണത്. cn ഓപ്പൺ എന്ന് പറയുന്നത് cn ഈക്വൽ ടു an ഡോട്ട് bk ഡിഫൈൻ ചെയ്യപ്പെടുന്നത് സമേഷൻ k വേരിയസ് ഫ്രം -∞ to an മൈനസ് k bk. ഓക്കെ, കൺവല്യൂഷൻസ് ഓഫ് സീക്വൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നോം സെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോം ഇതിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന നോമിൻ്റെ പ്രത്യേകത അത് പ്രൊഡക്റ്റിൻ്റെ ഇൻഇക്വാളിറ്റി പ്രിസർവ് ചെയ്യുന്നു. ഇതിനെ വെയ്നർ അൾജിബ്ര എന്നാണ് വിളിക്കുന്നത്. അതിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഒരു ബനാങ്ക് ആൾജിബ്ര പോലെ ഫീൽ ചെയ്യും. ഒരു ബനാങ്ക് സ്പേസ് ആണ് ക്യാപിറ്റൽ L1 -∞ to ∞ എന്ന് പറയുന്നത്. അതിനകത്ത് വൺ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ് ശരിക്കും അതിനകത്തുള്ളത്, ഓവർ -∞ to ∞. റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന വൺ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ അവിടെ
അതിലെ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൺവല്യൂഷൻ പ്രോഡക്റ്റാണ്. -∞ to ∞ ഇൻ്റഗ്രൽ x of t minus u g of u du എന്നാണ്, അല്ലെങ്കിൽ y of u du എന്നാണ് x സ്റ്റാർ y ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ് ഫോർ ദ ബനാങ്ക് ആൾജിബ്ര എക്സെപ്റ്റ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്, അത് മാത്രം ഇതിനകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ഇങ്ങനെ തന്നെയാണ്. L1 വിത്ത് യൂഷ്വൽ നോം ഡിഫൈൻഡ് ബൈ L1 എന്ന് പറയുന്നാൽ ശരിക്കും വൺ സമ്മബിൾ ഫങ്ഷൻ സീക്വൻസസ് ആണ്. വൺ സമ്മബിൾ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമേഷൻ മോഡ് എക്സ് എൻ ഈസ് കൺവേർജൻ്റ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, എക്സ് എൻ ഒരു സീക്വൻസ് ആണെങ്കിൽ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഐ ഒരു സീക്വൻസ് ആണ്, വൈ ഈക്വൽ ടു വൈ ഒരു സീക്വൻസ് ആണ്. പ്രൊഡക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ് ഫോർ അവർ ബനാങ്ക് ആൾജിബ്ര എക്സെപ്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബനാങ്ക് ആൾജിബ്രയുടെ എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഐഡൻറ്റിറ്റിയുടെ ഷോർട്ടേജ് വരുമ്പോൾ യു ക്യാൻ അതിലേക്ക് ഐഡൻറ്റിറ്റിയെ നമുക്ക് മെർജ് ചെയ്യാം. മെർജ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള സ്പേസ് പോരാ, അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. ആ എക്സ്റ്റൻഷനാണ് അടുത്ത റിമാർക്കിനകത്ത് നമ്മൾ പറഞ്ഞത്. ഫോർ എ ബനാങ്ക് സ്പേസ് സാറ്റിസ്ഫൈസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബനാങ്ക് ആൾജിബ്ര എക്സെപ്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, വി കൺസിഡർ ദ എക്സ്റ്റൻഷൻ A1 ഓഫ് ദി ഒറിജിനൽ ബനാങ്ക് സ്പേസ് A ആൻഡ് വിച്ച് ഹാസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ ആ എക്സ്റ്റൻഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും, എക്സ്റ്റൻഷൻ ഒരു ബനാങ്ക് ആൾജിബ്ര കൂടി ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നിലവിലുള്ള ബനാങ്ക് സ്പേസ് എയെ കൺസിഡർ ചെയ്തു, എയിൽ നിന്നൊരു A1 ഡിഫൈൻ ചെയ്യുന്നു. A1 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡർഡ് പെയർ എക്സ് ആൽഫ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ മെമ്പർ ഓഫ് എ ആൻഡ് ആൽഫ ഈസ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സും എയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രോസ് പ്രൊഡക്റ്റ് പോലെയാണ് A1 ആക്ട് ചെയ്യുന്നത്. ഇതിലെ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ മാത്രം വേറൊരു രീതിയിൽ ചൂസ് ചെയ്യുന്നു. ഓർഡർഡ് പെയർ എക്സ് ആൽഫ ഡോട്ട് ഓർഡർഡ് പെയർ വൈ ബീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് വൈ പ്ലസ് ഓർഡർഡ് പെയർ എക്സ് വൈ പ്ലസ് എക്സ് ബീറ്റ പ്ലസ് ആൽഫ വൈ കോമ ആൽഫ ബീറ്റ. അതായത് സെക്കൻഡ് ടേമിൻ്റെ മൾട്ടിപ്പിൾ ചെയ്ത് വരുന്ന വാല്യൂ മാത്രം പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് വാല്യൂ ആയിട്ട് കമ്പോണൻ്റ് ആയിട്ട് വരുന്നു. ബാക്കി എല്ലാ സമേഷൻ മൾട്ടിപ്ലിക്കേഷനകത്ത് ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നോം ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നോം ഓഫ് ഓർഡർഡ് പെയർ എക്സ് ആൽഫ ഈക്വൽ ടു നോം എക്സ് പ്ലസ് മോഡ് ആൽഫ. ആൽഫ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ടാണ് മോഡ് ആൽഫ എന്ന് എഴുതുന്നത്. നോം എക്സ് എന്ന് പറയുന്നത് നിലവിൽ എയിലുണ്ടായിരുന്ന നോമിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, എയിൽ അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു? ഐഡൻറ്റിറ്റിയുടെ ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ A1-നകത്ത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്, അത് ഓർഡർഡ് പെയർ 01 ആണ് ആ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നോം 1 തന്നെയായിരിക്കും എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ ഡിഫൈൻ ചെയ്യപ്പെട്ട നോം അഡീഷണൽ ആയിട്ടുള്ള നോമിൻ്റെ നിലവിലുള്ള കണ്ടീഷനായിട്ടുള്ള നോം എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ നോം എക്സ് ഡോട്ട് നോം വൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ A1 ഒരു ബനാങ്ക് ആൾജിബ്രയാവുകയും അതിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. നിലവിൽ എയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രിസർവ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ A1-ലേക്ക് പോകുന്നത്. എയിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നത് ഒരു ഐഡൻറ്റിറ്റിയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അത് നമുക്കിവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം മൾട്ടിപ്ലിക്കേഷൻ പുതിയ രീതിയിലാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ബനാങ്ക് ആൾജിബ്രയിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ പോവാണ്. എ മെമ്പർ ഓഫ് എ ബനാങ്ക് ആൾജിബ്ര ഈസ് സെറ്റ് ടു ബി ഇൻവെർട്ടിബിൾ മീൻസ് ഇറ്റ് ഹാസ് ആൻ ഇൻവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ യുണീക്ക് എലമെൻറ്റ്. യുണീക്ക് ആയിരിക്കും, ഇവിടെ യുണീക്കാണെന്ന് പറയുന്നില്ല, പിന്നീട് പ്രൂവ് ചെയ്യുന്നുണ്ട്. എക്സ് ഇൻവേഴ്സ് സച്ച് ദാറ്റ് എക്സ് ഡോട്ട് എക്സ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇ വെർ ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഇനി വളരെ പ്രസക്തമായ റിസൾട്ട് നോക്കുകയാണ്. ഇഫ് നോം എക്സ് ലെസ് ദാൻ 1 then E minus x is invertible and E minus x inverse is equal to summation over k varies from 0 to infinity x raised to k. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് mod x less than 1 ആണെങ്കിൽ 1 minus x is invertible and 1 minus x whole inverse is equal to 1 plus x plus x square plus etc. എന്ന് എഴുതിയിട്ടുണ്ട്. അതേ കാര്യം അത് നമ്മൾ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിലോ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിലോ പറഞ്ഞ ഒരു കാര്യത്തെ ഓപ്പറേറ്റേഴ്സിലേക്ക് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ നോം എക്സ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ബനാങ്ക് ആൾജിബ്ര. അപ്പോൾ ബനാങ്ക് ആൾജിബ്രയെ നമുക്കൊരു ഓപ്പറേറ്റർ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം എൽ ഓഫ് എയുടെ സബ് സ്പേസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, പി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ആ രീതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ദ മെമ്പർ ഓഫ് എ സച്ച് ദാറ്റ് നോം എക്സ് ലെസ് ദാൻ 1 ദെൻ E minus x is invertible and its inverse is of the form summation k varies from 0 to infinity x raised to k. അതിനർത്ഥം 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ പ്ലസ് എന്ന് എഴുതേണ്ടത്, 1 എന്നല്ല. ഇവിടെ എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് ആക്ച്വലി ഇ ആണ്, മൾട്ടിപ്ലിക്കുക. അപ്പോൾ ഇ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അവിടെ നമ്മൾ 1 പ്ലസ് എക്സ് എന്ന് എഴുതാനുള്ള കാരണം
പണ്ട് നമ്പേഴ്സിലായിരുന്നു 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഇവിടെ ഇ ആണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു നോം എക്സ് ലെസ് ദാൻ 1, വി നീഡ് ടു പ്രൂവ് ഇ മൈനസ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ. അതിനുവേണ്ടി നമുക്ക് നിലവിലുള്ള ബനാങ്ക് ആൾജിബ്രയിലെ കണ്ടീഷൻ നോം എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ നോം എക്സ് ഡോട്ട് നോം വൈ ആൻഡ് നോം ഇ ഈക്വൽ ടു 1 എന്നുള്ളത് അഡീഷണൽ കണ്ടീഷൻ നമുക്കുണ്ടെന്ന് അറിയാം. നൗ കൺസിഡർ നോം എക്സ് റൈസ് ടു കെ. നോം എക്സ് റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോം എക്സ് ഡോട്ട് ലെസ് ആർ ഈക്വൽ നോം എക്സ് ഡോട്ട് എക്സെട്ര നോം എക്സ് കെ ടൈംസ്. അപ്പോൾ അതിനർത്ഥം നോം എക്സ് റൈസ് ടു കെ ആയിരിക്കും. But you know nom x less than 1 means it is a number lies between -1 and 1, and its value should decrease if we take the powers. പവർ എടുക്കുന്നതോറും അത് കുറയും. കാരണം 1/2 ഹോൾ സ്ക്വയർ 1/4 ആണ്. 1 ക്യൂബ് എടുക്കും 1/8 ആണ്. റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ടെൻസ് ടു 0. സോ മോഡ് എക്സ് റൈസ് ടു കെ ടെൻസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. നോം വാല്യൂ ടെൻസ് ടു 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സ് റൈസ് ടു കെ ഈസ് ആൾസോ ടെൻസ് ടു 0. എക്സ് റൈസ് ടു കെ എന്ന് പറയുന്നത് ബനാങ്ക് ആൾജിബ്രൽ മെമ്പറാണ്. 0യും അതിനകത്ത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ എക്സ് റൈസ് ടു കെ ടെൻസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. നൗ we consider the sequence of partial sum of the above series. Summation k equal to 0 to infinity x raised to k. Sequence of partial sum Sn equal to summation k varies from 0 to n x raised to k. That means e plus x plus etc plus x raised to n എന്നാണ് എൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ എൻ കോഷി ആണെങ്കിൽ എ ബനാങ്ക് സ്പേസ് ആണ്. അപ്പോൾ കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആവും. കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആകുമ്പോൾ സീരീസ് കൺവേർജൻ്റ് ആവും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ലെറ്റ് എം ഗ്രേറ്റർ ദാൻ എൻ ചൂസ് ചെയ്തു. എൻ കോഷി ആണെന്ന് പറയണം. And Sn equal to e plus x plus etc x raised to n, and Sm equal to e plus x plus etc plus x raised to m. And therefore the norm of Sm minus Sn, and that should be equal to xn plus 1 plus xn plus 2 plus etc x raised to m ആയിരിക്കും. Just apply the triangle inequality for norm with respect to the addition. That is less than or equal to norm x raised to m plus 1 plus etc plus norm x raised to m. Again ഈ നോമിൻ്റെ പ്രത്യേകത അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ നോം എക്സ് റൈസ് ടു എൻ പ്ലസ് 1 പ്ലസ് നോം എക്സ് റൈസ് ടു എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് നോം എക്സ് റൈസ് ടു എം. But you know nom x less than 1, that means all the value tends to 0 as n tends to infinity. Therefore summation is also tends to 0. Therefore RHS tends to 0 means nom Sm minus Sn tends to 0. That means Sn is a Cauchy sequence in the Banach algebra A. But being a Banach space, that every Cauchy sequence is convergent. That means Sn converges to some value, say S. Sn tends to infinity. That means S can be written as summation k varies from 0 to infinity x raised to k exist. So limit ഉണ്ടെന്ന് മനസ്സിലായി. ഇനി now consider Sn into e minus x. What is Sn? E plus x plus etc plus x raised to k into e minus x. Just multiply. So we will get cancel most of the terms, and we get e minus x raised to n plus 1, which tends to e because x raised to n plus 1 tends to 0 as n tends to infinity. So e minus that value tends to e. Similarly e minus x into Sn, that also tends to e as n tends to infinity. Just apply the limit on both sides. So limit n tends to infinity Sn, e minus x is equal to e, and that means s into e minus x is equal to e. That means s into e minus x is equal to e means s is the inverse of e minus x. So here what s is equal to what? Summation k varies from 0 to m x raised to k. Therefore e minus x, the inverse of e minus x is equal to s means e minus x whole raised to minus 1, or inverse equal to summation k equal to 0 to infinity x raised to k. Okay, thank you.